ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം ആലോചിച്ച് ചെന്ന പയ്യന് പെൺകുട്ടിയെ കെട്ടിക്കൊടുക്കില്ല എന്ന് പറഞ്ഞ പിതാവിനെ കൊണ്ടുപോയി മർദ്ദിച്ചൊരു സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. കിളിമാനൂരിൽ നിന്നാണ് അനിൽകുമാർ എന്ന് പറഞ്ഞ 51 വയസ്സുകാരനെ ഈ പയ്യന്മാർ തട്ടിക്കൊണ്ടുപോയത്. അദ്ദേഹത്തിന് നഗരൂർ ഫോറസ്റ്റിൻ്റെ അടുത്ത് കാട്ടിനോട് ചേർന്ന് പണി തീരാത്ത വലിയൊരു വീട്ടിൽ കൊണ്ടുപോയി. ആ വീടിനകത്താണ് ഇയാളെ ചങ്ങലക്കിട്ട് പൂട്ടി മർദ്ദിച്ചത്. ആ വീടിനകത്ത് ഒന്ന് ശബ്ദം വിളി കേൾക്കാതിരിക്കാൻ അല്പം പണം മുടക്കി ഒരു പരിപാടി ചെയ്തു. ഗ്ലാസ് കൊണ്ടൊരു മുറി ഉണ്ടാക്കി. ആ ഗ്ലാസ് മുറിക്കകത്തിട്ട് മർദ്ദിച്ചാൽ ഇയാൾ നിലവിളിച്ച ശബ്ദം വിളി കേൾക്കില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഗ്ലാസ് കൊണ്ടൊരു മുറി ഉണ്ടാക്കിയിട്ട് അവിടെ ആ മുറിക്കകത്തിട്ട് ഈ അനിൽകുമാറിനെ ഇവർ മർദ്ദിച്ചത്. കാലിൽ വലിയൊരു ചങ്ങല കെട്ടിയിട്ടു. അതിക്രൂരമായി മർദ്ദിച്ച് മുഖവും ദേഹവും എല്ലാം മർദ്ദിച്ചും ബ്ലീഡ് ചെയ്യുന്നുണ്ട്. അനിൽകുമാറിൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കുമോ ഇല്ലയോ എന്ന് സുധീഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ നേരത്തെ ചോദിച്ചിരുന്നു. കാരണം അവർക്ക് പറ്റിയൊരു ബന്ധമല്ല, അത് നടക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ആ പയ്യന്മാരെ അദ്ദേഹം നിരുത്സാഹപ്പെടുത്തി പറഞ്ഞു വിട്ടു. ഈ പെൺകുട്ടിയെ കിട്ടിയേ ഒക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവനും സുധീഷും അവൻ്റെ കുറേ സുഹൃത്തുക്കളോട് ചേർന്നിട്ട് അനിൽകുമാറിനെ കിളിമാനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. അവർ നേരെ നഗരൂർ പോയി. നഗരൂർ ഫോറസ്റ്റ് ഏരിയയുടെ അടുത്ത് ആരോ വെക്കുന്ന പണി തീരാത്ത വലിയൊരു വീടുണ്ട്. ആ വീട്ടിലാണ് കൊണ്ടുപോയത്. ആ വീട്ടിൽ കൊണ്ടുപോയി ഇദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു. പക്ഷേ ഈ ഗുണ്ടകൾക്ക് തൻ്റെ കൊച്ചിനെ കൊടുക്കില്ല എന്ന് ആ പിതാവിന് അറിയാം. ആ പിതാവ് അതുകൊണ്ട് അതിന് വഴങ്ങിയില്ല. പക്ഷേ അതുകൊണ്ട് കൂടുതൽ അദ്ദേഹത്തിനെ ഭീകരമായി ക്രൂരമായി മർദ്ദിക്കുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ മകൻ 20 വയസ്സുള്ള അച്ചുവിനെ തട്ടിക്കൊണ്ടുവന്നു. പിതാവിൻ്റെ മുമ്പിലിട്ട് അച്ചുവിനെ മർദ്ദിച്ചു. സമ്മതിക്കാതെ വിടില്ല എന്ന് മനസ്സിലായി. ആ സമ്മതം അമ്മയുടെയും കൂടെ കിട്ടണം എന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടാവണം. അച്ചുവിനെ അവർ മർദ്ദിച്ച ശേഷം പറഞ്ഞു വിട്ട് അമ്മയെ വിളിച്ചുകൊണ്ട് വരാൻ. ഇതിൽ പരിക്കേറ്റ അച്ചു വീട്ടിൽ ചെന്ന് പോലീസിനെ അറിയിച്ചു. പോലീസ് അവിടെ കൃത്യമായിട്ട് എത്തി. നഗരൂർ പോലീസ് ഇദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തി. അവർ ചെല്ലുമ്പോൾ ആ പണി തീരാത്ത വീട്ടിൽ ചുറ്റുവട്ടവും കാട് പിടിച്ചിട്ടുണ്ട്. ഫോറസ്റ്റിനടുത്താണ്. ഇയാളെ നിലവിളി ആരും കേൾക്കില്ല. നിലവിളി ഇനി കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പണി തീരാത്ത വീടിൻ്റെ അകത്ത് അവർ ഗ്ലാസ് കൊണ്ട് അവിടെ സൗണ്ട് പ്രൂഫ് ഉണ്ടാക്കി. അപ്പോൾ അതിനൊക്കെ ലേബർ വേണം. അത് ഇവർ തന്നെ ചെയ്യുന്നവരാണോ നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ ആ മുറിക്ക് ഗ്ലാസ് ഇട്ട് മുറിക്കകത്ത് ശബ്ദം വെളിയിലിട്ട് പോകാതെ എന്നിട്ട് അവിടെ ഇദ്ദേഹത്തിന് ഒരു ചങ്ങലയെ പൂട്ടിയിട്ടിട്ടാണ് ഇദ്ദേഹത്തിനെ ക്രൂരമായി ഇവരെല്ലാവരും കൂടെ മർദ്ദിച്ചത്. സുധീഷിൻ്റെ സുഹൃത്തുക്കളുമാണ് സമ്മതം വാങ്ങിച്ച് പെൺകുച്ചിനെ കെട്ടി തന്നില്ലെങ്കിൽ കൊല്ലുമെന്നുള്ള രീതിയിലുള്ള മർദ്ദനം നടത്തി. അത് നടക്കാതെ വന്നപ്പോഴാണ് മകനെ പയ്യനെ തട്ടിക്കൊണ്ടുവന്ന് അപ്പൻ്റെ മുമ്പിലിട്ട് മർദ്ദിച്ചത്. അതിനുശേഷം അമ്മയുടെ കൺസെൻറ്റ് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഈ പയ്യനെ വിട്ടു. അങ്ങനെയാണ് പോലീസ് രംഗത്ത് വരുന്നത്. ഇതുപോലെ ധാരാളം സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ട് പക്വതയില്ലാത്ത കുട്ടികൾ കാണിക്കുന്ന ഇതുപോലെയുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അതിനെ സ്നേഹം തോന്നി അതിനെ കെട്ടിച്ചെന്നതിൽ ഒന്നെങ്കിൽ പെൺകുട്ടിയെ കൊല്ലുക, അല്ലെങ്കിൽ അവൻ പോയി ജീവൻ വെടിയുക. അങ്ങനെയുള്ള സംഭവം ധാരാളം. ഒരു ഇമ്മച്യൂറായ രീതിയിലാണ് മാനസികമായ വളർച്ച കേരളത്തിലെ കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ അങ്ങനത്തെ ഒരു മാനസിക വളർച്ചയിലെത്തിക്കഴിഞ്ഞു. ഏതായാലും ആ ചങ്ങലക്കിട്ട് പൂട്ടിയ ആളിൻ്റെ അടുത്ത് അവിടെ കൺട്രി ബോംബുകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തോക്ക് വെച്ചിരിക്കുന്നു. അത് ഏതെങ്കിലും കൺട്രി മെയ്ഡ് തോക്കാണോ അതോ ഇത് വാങ്ങിക്കാൻ കിട്ടുന്ന തോക്കാണോ എന്നറിയത്തില്ല. കുറേ ചങ്ങലകൾ കിടപ്പുണ്ട്. അങ്ങനെ എല്ലാ സന്നാഹങ്ങളും അവിടെ ഒരുക്കിയിട്ടാണ് ഈ മർദ്ദനം തുടങ്ങിയത്. സൗണ്ട് പ്രൂഫ് നിലവിളിച്ച ശബ്ദം കേൾക്കാതിരിക്കാൻ സൗണ്ട് പ്രൂഫും ചെയ്തു വെച്ചു. എന്തായാലും സമയോചിതമായി ആ വിവരം പോലീസിൽ അറിയിച്ചു. അങ്ങനെ നഗരൂർ പോലീസ് വന്നു. ഇദ്ദേഹത്തിനെയും മകനെ ആശുപത്രിയിലാക്കി നഗരൂർ പോലീസ് പരാതിക്കാരനായ. അതേസമയത്ത് ഇയാളെ ഹോസ്പിറ്റലിലാക്കി. ഏതായാലും പ്രതികളെല്ലാം ഒളിവിലാണ്. ഏതായാലും ഇതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്.